ഓം കൃഷ്ണായ രാജഗോപാലായ സർവാഭീഷ്ടപ്രദായിനേ രാധികാനാഥനാഥായ ഗോവിന്ദായ നമോ നമഃ. എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധഃ അത് 58-തമോധ്യായഃ 58-ാമത്തെ അധ്യായമാണ് നാം ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ 19 ശ്ലോകങ്ങൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇന്ന് 20 മുതൽ 38 വരെയുള്ള ശ്ലോകങ്ങളാണ്. കൃഷ്ണനും അർജുനനും ഒരു ദിവസം നായാട്ടിന് ശേഷം കാളിന്തി തീരത്ത് വിശ്രമിക്കുമ്പോൾ അവിടെ ഒരു സുന്ദരിയെ കണ്ടു. അപ്പോൾ കൃഷ്ണന്റെ പ്രേരണ നിമിത്തം അർജുനൻ അവളോട് ചെന്ന്, നീ ആരാണ്, എവിടെ നിന്ന് വന്നു, എന്താണ് ഉദ്ദേശം എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ആ സുന്ദരി പറഞ്ഞു, ഞാൻ സൂര്യപുത്രിയായ കാളിന്തിയാണ്. മഹാവിഷ്ണുവിനെ ഭർത്താവായി ലഭിക്കാൻ ഞാൻ തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ സമുദ്രത്തിൽ, ഈ യമുനാ ജലത്തിൽ ഭഗവാന്റെ ദർശനം കാത്ത് ഇവിടെ വസിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ കൃഷ്ണന് അവളുടെ അഭീഷ്ടം മനസ്സിലാക്കിയ കൃഷ്ണൻ അവളെ തേരിൽ കയറ്റിക്കൊണ്ട് തിരിച്ച് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോയി. ഭഗവാൻ എത്തിയപ്പോൾ യുധിഷ്ഠിര തുടങ്ങിയവർ തങ്ങൾക്കിരിക്കാൻ നല്ല ഒരു സ്ഥലമില്ലെന്ന് സങ്കടം പറഞ്ഞു. ഉടനെ കൃഷ്ണൻ വിശ്വകർമാവിനെ കൊണ്ട് രാജാക്കന്മാർക്ക് അനുയോജ്യമായ ഒരു കൊട്ടാരം പണികഴിപ്പിച്ചു. അതില് മന്ത്ര മണ്ഡപം, അന്തപുരം, സംഗീതശാല, ആനപ്പന്തി മുതലായവ എല്ലാം ഉണ്ടായിരുന്നു. എന്നിട്ട് മയനെ കൊണ്ട് സ്ഥലജല വിഭ്രാന്തി ഉളവാക്കുന്ന ഒരു സഭാമണ്ഡപവും പണി കഴിപ്പിച്ചു കൊടുത്തു. പിന്നെ ഭഗവാൻ ദ്വാരകയിലെത്തി അവിടെ ചെന്ന് വിധിപ്രകാരം കാളിന്തിയെ വിവാഹം കഴിക്കുന്നു. അത് കഴിഞ്ഞ് മിത്രവിന്ദയെ ഭഗവാൻ വിവാഹം കഴിക്കുന്നതാണ് അടുത്ത് വർണ്ണിക്കുന്നത്. അത് കഴിഞ്ഞ് കുറെ നാൾ കഴിഞ്ഞ് അയോധ്യയിൽ നഗ്നജിത്തിന്റെ മകളായ സത്യയുടെ സ്വയംവരം നടക്കുന്ന സ്ഥലത്ത് ഭഗവാൻ എത്തി. ഇത്രയും ഭാഗമാണ് ഇന്ന് ചർച്ച ചെയ്യേണ്ടത്. ഓ നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 20. കാളിന്ത്യ ഉവാച അഹം ദേവസ്യ സവിദുർ ദുഹിതാപതിമിച്ഛതി വിഷ്ണും വരേണ്യ വരദം തപ പരമം ആസ്ഥിതാം. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് സുന്ദരിയായ ഒരു കന്യക യമുനാ തീരത്തു കൂടെ സഞ്ചരിക്കുകയായിരുന്നു. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞതനുസരിച്ച് അർജുനൻ ചെന്ന് ചോദിച്ചു, നീ ആരാണ്, എവിടെ നിന്ന് വരുന്നു, എന്താണ് ഉദ്ദേശം എന്നൊക്കെ ചോദിച്ചല്ലോ. അതിന് ഉത്തരം ആണ് ഇവിടെ പറയുന്നത്. കാളിന്തിയാണ് കന്യകയുടെ പേര്. കാളിന്തി ഉവാച. അപ്പോൾ അവൾ പറയാണ്, അഹം ദേവസ്യ സവിതുഹു ദുഹിത. ദേവസ്യ ദേവനായ സവിതുഹു സൂര്യന്റെ ദുഹിത പുത്രിയായ അഹം ഞാൻ, വരേണ്യ ശ്രേഷ്ഠനും വരദം വരത്തെ നൽകുന്നവനുമായ വിഷ്ണു വിഷ്ണുവിനെ പതിം ഭർത്താവായിട്ട് ഇച്ഛതി ഇച്ഛിക്കുന്നവളായി ആഗ്രഹിക്കുന്നവളായി പരമം ശ്രേഷ്ഠമായ തപസ് ആസ്ഥിത അനുഷ്ഠിക്കുന്നവളാണ്. അപ്പോൾ ഞാൻ സൂര്യന്റെ പുത്രിയാണ്, മഹാവിഷ്ണുവിനെ ഭർത്താവായി കിട്ടാൻ വേണ്ടി ഞാൻ തപസ് അനുഷ്ഠിക്കുകയാണ് എന്ന് പറഞ്ഞു. അഹം ദേവസ്യ സവിദുർ ദുഹിതാപതിമിച്ഛതി വിഷ്ണും വരേണ്യ വരദം തപ പരമം ആസ്ഥിതാം. ശ്ലോകം 21. നാന്യം പതിം വൃണേ വീര തമൃദേശി നികേതനം തുഷ്യതാം മേ സ ഭഗവാൻ മുകുന്ദോ അനാഥ സംശ്രയഃ. നാന്യം പതിം വൃണേ വീര തം ഹൃദേ ശ്രീനികേതനം തുഷ്യതാം മേ സഹ ഭഗവാൻ മുകുന്ദക അനാഥ സംശ്രയഃ. വീര, ഹേ വീരപുരുഷ, ശ്രീനികേതനം ലക്ഷ്മിയുടെ വാസസ്ഥാനമായ തമൃതേ അവനെ അല്ലാതെ, വിഷ്ണുവിനെ അല്ലാതെ, അന്യം പതി മറ്റു ഭർത്താക്കന്മാരെ ന വൃണേ ഞാൻ വരിക്കുകയില്ല. അനാഥ സംശ്രയ അനാഥർക്ക് ആശ്രയമായും മുകുന്ദക
മുക്തി നൽകുന്നവനുമായ സഹഭഗവാൻ, ആ ഭഗവാൻ മേ എന്റെ നേരെ തുഷ്യതാം സന്തോഷിക്കണം. അപ്പോ ഭഗവാൻ വിഷ്ണു എന്റെ നേരെ സന്തോഷിക്കാൻ വേണ്ടി ഞാൻ തപസ് ചെയ്യുകയാണ്. അപ്പൊ യമുനയ്ക്ക് 2 രൂപമുണ്ട്. സാക്ഷാൽ രൂപേണ ഭഗവാന്റെ ഭാര്യ, ഇനി ആഭാസ രൂപേണ സമുദ്ര ഭാര്യ. നദികളൊക്കെ സമുദ്രത്തിന്റെ ഭാര്യ എന്നാണ് പറയുന്നത്. അപ്പൊ സമുദ്രത്തിന്റെ ഭാര്യയാണ്, എന്നാലിപ്പോ സാക്ഷാലായിട്ട് വിഷ്ണുവിന്റെ ഭാര്യ ആവണം എനിക്ക് എന്ന് പറയുകയാണ്. നാന്യം പതിം വൃണേ വീര തമൃതേ ശ്രീനികേതനം തുഷ്യതാം മേ സ ഭഗവാൻ മുകുന്ദോ അനാഥ സംശ്രയ. ശ്ലോകം 22. കാളിന്ദീതി സമാഖ്യാത വസാമി യമുനാജലേ നിർമ്മിതേ ഭവനേ പിത്ര യാവത് അച്യുത ദർശനം. കാളിന്തി ഇതി സമാഖ്യാത വസാമി യമുനാജലേ നിർമ്മിതേ ഭവനേ പിത്ര യാവത് അച്യുത ദർശനം. കാളിന്തി ഇതി, കാളിന്തി എന്ന് സമാഖ്യാത പേരോടുകൂടിയ അഹം ഞാൻ, യമുനാജലെ യമുനാജലത്തിൽ, പിത്ര പിതാവിനാൽ, നിർമ്മിതേ ഉണ്ടാക്കപ്പെട്ട ഭവനെ ഭവനത്തിൽ, യാവത് അച്യുത ദർശനം ഭഗവാന്റെ ദർശനം വരെ വസാമി വസിക്കുന്നു. അപ്പോ ഞാൻ, എന്റെ പേര് കാളിന്തിയാണ്, യമുനാ ജലത്തിൽ എന്റെ പിതാവായ സൂര്യദേവൻ നിർമ്മിച്ചു തന്ന കൊട്ടാരത്തിൽ ഞാൻ താമസിക്കുകയാണ്. ഭഗവാന്റെ ദർശനം കിട്ടുന്നതുവരെ ഞാൻ അവിടെ തന്നെ വസിക്കും. കാളിന്ദീതി സമാഖ്യാത വസാമി യമുനാജലേ നിർമ്മിതേ ഭവനേ പിത്ര യാവത് അച്യുത ദർശനം. ശ്ലോകം 23. തഥാ അവദത് ഗുഡാകേശോ വാസുദേവായ സോഭിതാം രഥമാരോപ്യ തദ്വിദ്വാൻ ധർമ്മരാജം ഉപാഗമത്. തഥാ അവദത് ഗുഡാകേശഃ, ഗുഡാകേശഃ അർജുനൻ വാസുദേവായ, വാസുദേവനായിക്കൊണ്ട്, തഥാ അവദത് അപ്രകാരം പറഞ്ഞു, തദ്വിദ്വാൻ അതിനെ അറിഞ്ഞിരിക്കുന്ന സഹാബി. അപ്പോ കാളിന്തി പറഞ്ഞത് അർജുനൻ വന്ന് കൃഷ്ണനോട് പറഞ്ഞു. തത് വിദ്വാൻ അതിനെ അറിഞ്ഞിരിക്കുന്ന സഹാബി, ആ കൃഷ്ണനും അവനും, താം അവളെ, രഥം തേരിനെ ആരോപ്യ കരയേറ്റിയിട്ട്, തേരിൽ കയറ്റിയിട്ട്, ധർമ്മരാജനെ ഉപാഗമത് പ്രാപിച്ചു. അപ്പൊ ധർമ്മപുത്രരുടെ സന്നിധിയിലേക്ക്, അതായത് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് തിരിച്ചു. അപ്പോൾ ഈ കാളിന്തിയെ രഥത്തിൽ കയറ്റി അർജുനനും കൃഷ്ണനും കൂടി എവിടെ പോയി? ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് തിരിച്ചു. ഇവിടെ നിന്നാണല്ലോ വന്നത്. ശ്ലോകം 24. 23 ഒന്നുകൂടെ വായിക്കാം. തഥാ അപതത് ഗുഡാകേശോ വാസുദേവായ ശോഭിതാം രഥമാരോപ്യ തദ്വിദ്വാൻ ധർമ്മരാജം ഉപാഗമത്. ശ്ലോകം 24. യദൈവ കൃഷ്ണ സന്ദിഷ്ട പാർത്ഥാനാം പരമാത്ഭുതം കാരയാമാസ നഗരം വിചിത്രം വിശ്വകർമ്മണ. യദ് ഏവ കൃഷ്ണഃ സന്ദിഷ്ടഃ പാർത്ഥാനാം പരമാത്ഭുതം കാരയാമാസ നഗരം വിചിത്രം വിശ്വകർമ്മണ. യഥാവ എപ്പോൾ, കൃഷ്ണഃ കൃഷ്ണൻ, സന്ദിഷ്ടഃ വിചാരിച്ചുവോ, തഥാ ഏവ അപ്പോൾ തന്നെ, പാർത്ഥാനാം പാണ്ഡവർക്ക്, വിശ്വകർമ്മണ വിശ്വകർമാവിനെ കൊണ്ട്, പരമാത്ഭുതം ഏറ്റവും ആശ്ചര്യപരമായതും, വിചിത്രം ബഹുവിധ ശാലയോടുകൂടിയ വിചിത്രമായ നഗരത്തെ കാരയാമാസ ചെയ്യിപ്പിച്ചു. അപ്പൊ ഭഗവാൻ ചെന്നപ്പോൾ യുധിഷ്ഠിരൻ തുടങ്ങിയ പാണ്ഡവന്മാർ പറഞ്ഞു, ഞങ്ങൾക്ക് താമസിക്കാൻ നല്ല ഒരു കൊട്ടാരമൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഭഗവാൻ വിശ്വകർമാവിനെ ഒന്ന് ചിന്തിച്ചു. ഉടനെ വിശ്വകർമാവ് വന്ന് നല്ല ഒരു കൊട്ടാരം അവിടെ പണി കഴിപ്പിച്ചു. പരമാത്ഭുത ആശ്ചര്യകരമാണ്. മന്ത്രമണ്ഡപം, അന്തഃപുരം, സംഗീതശാല, ആനപ്പന്തി എല്ലാമുണ്ട്. എന്നിട്ട് മയനെ കൊണ്ട് നല്ല ഒരു സഭാമണ്ഡപവും തീർപ്പിച്ചു കൊടുത്തു. യദൈവ കൃഷ്ണ സന്ദിഷ്ട പാർത്ഥാനാം പരമാത്ഭുതം കാരയാമാസ നഗരം വിചിത്രം വിശ്വകർമ്മണ.
ശ്ലോകം 25. ഭഗവാൻ തത്ര നിവസൻ സ്വാനാം പ്രിയ ചികീർഷയാ അഗ്നയെ കാണ്ഡവം ദാതും അർജുനസ്യാസസാരഥി. ഭഗവാൻ തത്ര നിവസൻ സ്വാനാം പ്രിയ ചികീർഷയാ, സ്വാനാം സ്വജനങ്ങളുടെ പ്രിയ ചികീർഷയാ, ഇഷ്ടത്തെ ചെയ്യാനുള്ള ആഗ്രഹത്താൽ, തത്ര ആ പുരത്തിൽ ഭഗവാൻ നിവസൻ. അപ്പൊ അവരുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കാൻ വേണ്ടി കുറെ കാലം 4 മാസം അവിടെ തന്നെ താമസിച്ചു. അഗ്നിക്കായിക്കൊണ്ട് കാണ്ഡവം എന്ന കാടിനെ ദാതും നൽകുവാനായിക്കൊണ്ട് അർജുനന് സാരഥി സൂതനായിട്ട് ഭവിച്ചു. അപ്പൊ ഇങ്ങനെ കുറെ കാലം അങ്ങനെ ഇരുന്നു. അപ്പോൾ അർജുനന്, അപ്പൊ അവർക്ക് നല്ല വീടായി. ഇനി അർജുനന് യുദ്ധസാമഗ്രികളൊക്കെ വേണമല്ലോ. അതിനെ സമ്പാദിച്ചു കൊടുക്കാൻ വേണ്ടി ഭഗവാൻ എന്ത് ചെയ്തു? ഇന്ദ്രന്റെ വനമായ കാണ്ഡവ വനത്തെ ദഹിപ്പിക്കാൻ അഗ്നിക്ക് സമ്മതം കൊടുത്തപ്പോൾ ഉണ്ടായ യുദ്ധത്തിൽ അർജുനന്റെ തേർതെളിക്കുന്ന കൃത്യം വഹിച്ചു. അത് ഭഗവാന്റെ ഭക്തദാസഭാവത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഭഗവാൻ തത്ര നിവസൻ സ്വാനാം പ്രിയ ചികീർഷയാ അഗ്നയെ കാണ്ഡവം ദാതും അർജുനസ്യ ആസസാരഥി. അപ്പോൾ ഇത് കാണ്ഡവവന ദഹനം നേരത്തെ ഒരു ഭാഗത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഒരിക്കൽ അർജുനനും കൃഷ്ണനും കൂടി വിനോദത്തിനായി എല്ലാവരും ഒരുമിച്ച് അങ്ങനെ പോയി യമുനാ തീരത്ത് ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു ബ്രാഹ്മണൻ വന്ന് പറഞ്ഞു, എനിക്ക് വല്ലാതെ വിശക്കുന്നു, എനിക്ക് എന്തെങ്കിലും തരണം. അപ്പൊ അർജുനൻ ചോദിച്ചു, എന്താണ് വേണ്ടത്? എന്ത് വേണമെങ്കിലും തരാം എന്ന് പറഞ്ഞു. ഉടനെ ആ ബ്രാഹ്മണൻ പറഞ്ഞു, എനിക്ക് വേണ്ടത് കാണ്ഡവ വനമാണ്, ഞാൻ അഗ്നിയാണ്. അപ്പോ അതിന് കാരണം എന്താണ്? അപ്പോൾ ഇന്ദ്രനാണ് കാണ്ഡവവനത്തെ സംരക്ഷിക്കുന്നത്. ഇന്ദ്രന്റെ സ്നേഹിതനായ തക്ഷകൻ അതിനകത്തുണ്ട്. അപ്പോൾ ഞാൻ കാണ്ഡവവനം ദഹിപ്പിക്കുമ്പോൾ ഇന്ദ്രൻ എന്ത് ചെയ്യും? തക്ഷകനെ രക്ഷിക്കാൻ വേണ്ടി മഴ പെയ്യിപ്പിക്കും. അപ്പൊ എനിക്ക് ദഹിപ്പിക്കാൻ സാധിക്കുകയില്ല. ഇന്ദ്രൻ ഉടനെ തന്നെ മഴ പെയ്യിപ്പിച്ച് തീ കെടുത്തും. അപ്പൊ നിങ്ങളുടെ സഹായത്തോടെ എനിക്ക് കാണ്ഡവവനം ഭക്ഷിക്കണം. അത് ബ്രഹ്മാവാണ് എന്നോട് പറഞ്ഞത്. എന്തിനാണ് അഗ്നി കാണ്ഡവവനം ഭക്ഷിക്കുന്നത്? അതായത് പണ്ട് ശേതകി എന്ന രാജാവ് കുറേ യാഗങ്ങൾ നടത്തി. അങ്ങനെ യാഗങ്ങൾ നടത്തി വന്നപ്പോൾ അതിന്റെ ചൂടും പുകയും ഏറ്റ് അവിടെയുള്ള ഋഷിമാർക്കെല്ലാം ശ്വാസകോശ രോഗങ്ങൾ പിടിപെട്ടു. പിന്നെ അവർ യാഗം നടത്താതെയായി. അപ്പോൾ രാജാവ് തപസ് ചെയ്തു. അപ്പോൾ രുദ്രൻ യാഗം നടത്തി കൊടുക്കണമെന്ന് അപേക്ഷിച്ചു. തുടർച്ചയായി നെയ് വീഴ്ത്തി അഗ്നിയെ തൃപ്തിപ്പെടുത്തിയാൽ ഞാൻ ഒരു ബ്രാഹ്മണനെ അയച്ച് യാഗം നടത്തിത്തരാം എന്ന് ശിവൻ പറഞ്ഞു. അങ്ങനെ തുടർച്ചയായി 12 വർഷം യാഗം നടത്തി, നെയ്യ് ഒഴിച്ച് യാഗം നടത്തി. അപ്പൊ ഈ നെയ്യ് അത്രയും ഭക്ഷിച്ചപ്പോൾ, 12 വർഷം തുടർച്ചയായി ഭക്ഷിച്ചപ്പോൾ അഗ്നിക്ക് അജീർണം എന്ന രോഗം ബാധിച്ചു, ഉദരരോഗം. അപ്പൊ അഗ്നി ബ്രഹ്മാവിനെ സമീപിച്ചു. അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു, കാണ്ഡവ വനം ഭക്ഷിച്ചാൽ നിന്റെ ഉദരരോഗം മാറുമെന്ന് പറഞ്ഞു. അതിന് നരനാരായണന്മാർ മാത്രമേ നിന്നെ സഹായിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇവരുടെ അടുത്ത് അഗ്നി എത്തിയത്. അപ്പോ കൃഷ്ണനും അർജുനനും അഗ്നിയെ സഹായിക്കാമെന്ന് ഏറ്റു. പക്ഷെ അതിനുവേണ്ട ആയുധങ്ങൾ അഗ്നി ഞങ്ങൾക്ക് തരണമെന്ന് പറഞ്ഞു. അപ്പോൾ അഗ്നി അത് കൊടുക്കാമെന്ന് സമ്മതിച്ചു. അഗ്നി വരുണനെ ധ്യാനിച്ചു. വരുണനാണ് ഗാണ്ഡീവം എന്ന വില്ല് കൊടുത്തത് അർജുനന്. അതുപോലെ ബാണം ഒഴിയാത്ത 2 ആവനാഴിയും കൊടുത്തു. അതുപോലെ വാനര അടയാളമുള്ള രഥവും കൊടുത്തു. വാനരധ്വജം നാട്ടിയ രഥവും കൊടുത്തു. പിന്നെ കവചവും കൊടുത്തു. വരുണൻ കൃഷ്ണന് കൗമോദകി എന്ന ഗദ കൊടുത്തു.
അഗ്നി കൃഷ്ണന് ചക്രായുധം നൽകി. ചക്രായുധം ശത്രുക്കളെ നശിപ്പിച്ചാൽ അത് തിരിച്ച് കൃഷ്ണന്റെ കയ്യിൽ തന്നെ വരും. അപ്പൊ ഇങ്ങനെ ആയുധം എല്ലാം കിട്ടി. അഗ്നി എന്ത് ചെയ്തു? കാണ്ഡവനം ദഹിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ ദേവേന്ദ്രൻ എന്ത് ചെയ്തു? ഘോരമായ മഴ പെയ്ച്ചു. അർജുനൻ തന്റെ അസ്ത്രപ്രയോഗത്താൽ വനത്തിന്റെ ഉപരിതലത്തിൽ കൂടി ആകാശമടച്ചു. മഴ ഇങ്ങോട്ട് വീഴാതെ വനത്തിന്റെ മുകളിൽ അസ്ത്രങ്ങൾ പ്രയോഗിച്ച് ഒരു മൂടിയായിട്ട് മറയായിട്ട് ആകാശമടച്ചു. അപ്പൊ ജലം കാട്ടിൽ പതിക്കുകയില്ല. അപ്പൊ ആ സമയം പക്ഷെ തക്ഷകൻ അവിടെ ഇല്ലായിരുന്നു. ആ സമയം അസുരശില്പിയായ മയൻ ഗുഹയിലുണ്ടായിരുന്നു. അപ്പോൾ അവനെ ഈ തീ നശിപ്പിക്കുന്നു എന്ന് വന്നപ്പോൾ അവൻ അവിടുന്ന് ഇറങ്ങി ഓടി. അപ്പോൾ കൃഷ്ണൻ ചക്രം അയച്ചു. കൃഷ്ണന്റെ ചക്രം അവനെ പിന്തുടർന്നു. അപ്പോൾ അവൻ അർജുനന്റെ കാൽക്കൽ വന്ന് വീണ് മാപ്പ് അപേക്ഷിച്ചു. അപ്പോൾ അർജുനൻ അവന് മാപ്പ് കൊടുത്തു. അവനെ അങ്ങനെ കൊല്ലാതെ വിട്ടു. അപ്പൊ ഇന്ദ്രൻ നേരിട്ട് കൃഷ്ണനും അർജുനനുമായിട്ട് യുദ്ധം ചെയ്യാനായിട്ട് വന്നു. വജ്രായുധം പ്രയോഗിച്ചു. കൃഷ്ണൻ ചക്രായുധം കൊണ്ട് അതിനെ തടഞ്ഞു. അപ്പോൾ ഒരു അശരീരി കേട്ടു, അല്ലയോ ദേവേന്ദ്ര, നിനക്ക് കൃഷ്ണാർജുനന്മാരെ നശിപ്പിക്കാൻ സാധിക്കുകയില്ല, കാരണം അവര് നരനാരായണന്മാരാണ് എന്ന് പറഞ്ഞപ്പോൾ ദേവേന്ദ്രൻ പിന്നെ അവിടെ നിന്ന് പിന്മാറി. അങ്ങനെ അഗ്നി കാണ്ഡവവനം ദഹിപ്പിച്ചു. ഇതാണ് കാണ്ഡവ ദാഹനം. ഇത് മഹാഭാരതത്തിൽ ഉള്ളതാണ്. ഒരിക്കലും ഏതോ ഒരവസരത്തിൽ ഒരു അധ്യായത്തിൽ ഞാനിത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കേൾക്കാത്തവരതാണ് ഒന്നുകൂടെ പറഞ്ഞത്. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. ഇന്ദ്രന്റെ വനമായ കാണ്ഡവനം ദഹിപ്പിക്കാൻ അഗ്നിക്ക് സമ്മതം കൊടുത്തപ്പോൾ ഉണ്ടായ യുദ്ധത്തിൽ അർജുനന്റെ സാരഥിയായിരുന്നു കൃഷ്ണൻ. അങ്ങനെ ശ്ലോകം 26. സോ അഗ്നിസ്തുഷ്ടോ ധനുരാധാത് ഹയാൻ ശ്വേതാൻ രഥം നൃപ അർജുനായ അക്ഷയൗ തൂണൗ വർമ്മചാഭ്യേ ചാ അഭേദ്യം അസ്ത്രഭിഹി. സഹ അഗ്നി തുഷ്ട സന്തോഷിച്ചവനായ അഗ്നി നൃപ, ഹേ രാജാവേ, ശ്വേതാൻ വെളുത്ത നിറത്തിലുള്ള ഹയാൻ കുതിരകളെയും രഥം തേരിനെയും ധനു വില്ലിനെയും അക്ഷയവും ക്ഷയിക്കാത്ത ബാണങ്ങൾ, അതായത് ബാണങ്ങൾ ഒരിക്കലും തീരുകയില്ല, തീരാത്ത ബാണങ്ങളുള്ള തൂണവും 2 ആവനാഴികളും അസ്ത്രഭിഹി അസ്ത്രം ധരിച്ചവരാൽ അഭേദ്യം ഭേദിക്കപ്പെടാൻ കഴിയാത്ത വർമ്മ കവചത്തെയും അർജുനനായിക്കൊണ്ട് അത് കൊടുത്തു. അപ്പൊ കാണ്ഡവനം സന്തോഷവാനായ അഗ്നി അർജുനന് ഇതെല്ലാം കൊടുത്തു. കാണ്ഡീവം വില്ലും. അപ്പൊ ആദ്യം അർജുനന് ആയുധമൊന്നും ഇല്ലായിരുന്നു. അപ്പൊ ചോദിച്ചപ്പോ വരുണന്റെ സഹായത്താൽ അർജുനന് ഇതെല്ലാം കൊടുത്തു. അപ്പൊ ഭഗവാൻ അതും ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു, പാണ്ഡവർക്ക് ആയുധമില്ല. അപ്പൊ അങ്ങനെ കാണ്ഡവനം ദഹിപ്പിക്കാൻ സഹായിച്ചപ്പോൾ അർജുനന് ആയുധമെല്ലാം കിട്ടി. സോ അഗ്നിസ്തുഷ്ടോ ധനുരഥാ ഹയാൻ ശ്വേതാൻ രഥം നൃപ അർജുനായ അക്ഷയൗ തൂണൗ വർമ്മ ചാഭേദ്യം അസ്ത്രഭിഹി. ശ്ലോകം 27. മയശ്ച മോചിതോ വന്യേ സഭാം സഖ്യ ഉപാഹരത് യസ്മിൻ ദുര്യോധനസ്യാസീത് ജലസ്ഥല ദൃശിഭ്രമാം. മയഃ ച മോചിതഃ വഗ്നേഹേ. ആ അഗ്നിയിൽ നിന്ന് മയൻ, അസുരശില്പിയായ മയൻ, നേരത്തെ പറഞ്ഞല്ലോ, ആ കാണ്ഡവനത്തിലുണ്ടായിരുന്നു. അവൻ രക്ഷപ്പെടാൻ പോയപ്പോൾ കൃഷ്ണൻ കൊല്ലാൻ ശ്രമിച്ചു. അങ്ങനെ അർജുനനെ അഭയം പ്രാപിച്ചു. അർജുനൻ അവനെ മോചിപ്പിച്ചു. അങ്ങനെ മോചിതഹാച്ച മോചിപ്പിക്കപ്പെടുകയും ചെയ്തു. യസ്മിൻ യാതൊന്നിൽ ദുര്യോധനന് സ്ഥല ജല ദൃശിഭ്രമ, ജലത്തിൽ സ്ഥലം, സ്ഥലത്തിൽ ജലം എന്നുള്ള ഭ്രമം, ദൃശിഭ്രമം, നേത്രഭ്രമം ആസീത് ഉണ്ടായോ സഭം, ആ സഭയെ സഖ്യെ സ്നേഹിതനായിക്കൊണ്ട് ഉപാകരത് കാഴ്ചവെച്ചു. അപ്പോ ഒരിക്കൽ ദുര്യോധനൻ ഇവരുടെ കൊട്ടാരം കാണാൻ വന്നു. അപ്പോൾ ദുര്യോധനൻ നോക്കുമ്പോൾ ഒരു സ്ഥലത്ത് ജലം. ഉടനെ തന്നെ ദുര്യോധനൻ തന്റെ ഉടുത്തിരിക്കുന്ന ഉത്തരിയൊക്കെ എടുത്ത് പൊക്കിപ്പിടിക്കും.
അങ്ങനെ നോക്കുമ്പോൾ അവിടെ നിന്ന് പാണ്ഡവരൊക്കെ ചിരിക്കും, പാഞ്ചാലിയും പാണ്ഡവരൊക്കെ ചിരിക്കും. എന്താണ്? അവിടെ ജലമല്ല, അത് തോന്നലാണ്. ഇനി ജലമുള്ളിടത്ത് ചെല്ലുമ്പോഴോ സ്ഥലമായിട്ട് തോന്നി നേരെ അങ്ങ് നടന്നു പോകും. അപ്പൊ അവിടെ അത് ജലമായിരിക്കും. അപ്പൊ അങ്ങനെ ദുര്യോധന് സ്ഥലജല വിഭ്രാന്തി ഉണ്ടാക്കിയ ആ സഭാ മണ്ഡപം ഉണ്ടാക്കിയത് ആരാണ്? ഈ മയനാണ്. മയനെ അസുരനാണ്, പക്ഷെ അവിടെ നിന്ന് കാണ്ഡവനത്തിൽ നിന്ന് രക്ഷിച്ചതുകൊണ്ട് മയൻ ഉണ്ടാക്കി കൊടുത്തതാണത്. മയശ്ചമോജിതോ വന്യേ സഭാം സഖ്യ ഉപാഹരത് യസ്മിൻ ദുര്യോധന സാസ്യേത് ജലസ്ഥല ദൃശിഭ്രമഹാം. അടുത്ത ശ്ലോകം 28. നതേന സമനുജ്ഞാത സുഹൃത്ഭീചാനുമോദിത ആയയോ ദ്വാരകാം ഭൂയ സാത്വികീ പ്രമുഖൈ വൃതാം. സഹ തേന സമനുജ്ഞാത, തേന അവനാൽ, സമനുജ്ഞാത അനുജ്ഞ നൽകപ്പെട്ടവനും, സുഹൃത്ഭിയ സുഹൃത്തുക്കളാലും അനുമോദിക്കപ്പെട്ടവനും, സാത്വികി പ്രമുഖൈഹി സാത്വികി മുതലായവരാൽ വൃത ചുറ്റപ്പെട്ടവനുമായ സഹാവൻ പൂയക പിന്നെ ദ്വാരകാം ആയയോ ദ്വാരകയെ പ്രാപിച്ചു. അപ്പൊ അങ്ങനെ സ്വഭക്തരായ യുധിഷ്ഠിരാദികളെ അനുഗ്രഹിച്ച ഭഗവാൻ കൃഷ്ണൻ അവരോട് പ്രിയ സുഹൃത്തായ അർജുനനോട് യാത്ര പറഞ്ഞ് സാത്വികി മുതലായവരോടുകൂടി ദ്വാരകയിലേക്ക് പുറപ്പെട്ടു. അപ്പൊ 4 മാസം ഇന്ദ്രപ്രസ്ഥത്തിൽ താമസിച്ച് അവർക്ക് വേണ്ട എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്ത് ഭഗവാൻ എവിടെ പോയി? തിരിച്ച് ദ്വാരകയിലേക്ക് പോയി. ശ്ലോകം 29. അധോ ഉപയേമേ കാളിന്ദി സുപുണ്യ ഇർത്തൃക്ഷ ഊർജിതേ വിതന്നൻ പരമാനന്ദം സ്വാനാം പരമമംഗളം. അഥ ഉപയേമേ കാളിന്ദി സുപുണ്യ ഋക്ഷ ഋതു ഋക്ഷ, അതാണ് ഋതൃക്ഷ, ഋതു ഋക്ഷ ഊർജിതേ വിതന്നൻ പരമാനന്ദം സ്വാനാം പരമമംഗളം. അതാ അനന്തരം ഊർജിതേ ബലവത്തായ സുപുണ്യ ഋതു ഋക്ഷേ മംഗളകരമായ ഋതു നക്ഷത്രം ഇവയോടുകൂടിയ സമയത്തിൽ, അതായത് മംഗളകരമായ ഗ്രഹ നക്ഷത്രത്തോട് നക്ഷത്ര ഋതുയോഗമുള്ള ശുഭമുഹൂർത്തത്തിൽ സ്വാന ജനങ്ങൾക്ക് പരമമംഗളം അത്യധികമായ മംഗളത്തോടും പരമാനന്ദ സന്തോഷത്തോടെ വിതന്നൻ ചെയ്യുന്നവനായി കാളിന്തിയെ ഉപയേമേ വിവാഹം കഴിച്ചു. അങ്ങനെ നല്ല സമയവും നക്ഷത്രമൊക്കെ നോക്കി ഭഗവാൻ കാളിന്തിയെ വിവാഹം കഴിച്ചു. അധോപയേമേ കാളിന്തി സുപുണ്യാഋതുർക്ഷ ഊർജിതേ വിതന്നൻ പരമാനന്ദം സ്വാനാം പരമമംഗളം. ശ്ലോകം 30. വിന്ദാനുവിന്ദാവ അവന്ധ്യൗ ദുര്യോധന വശാനുഗൗ സ്വയംവരേ സ്വഭഗനീം കൃഷ്ണേ സക്താം നിഷേധതാം. വിന്ദ അനുവിന്ദൗ അവന്ധ്യൗ, അതാണ് വിന്ദ അനുവിന്ദാവന്ധ്യൗ. സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ വിന്ദ അനുവിന്ദൗ അവന്ധ്യൗ ദുര്യോധന വശാനുഗൗ സ്വയംവരേ സ്വഭഗനീം കൃഷ്ണേ സക്താം നിഷേധതാം. ദുര്യോധന വശാനുഗൗ, ദുര്യോധനന്റെ സ്വാധീനക്കാരായും അവന്ധ്യൗ അവന്തി രാജാക്കന്മാരുമായിരിക്കുന്ന വിന്ദ അനുവിന്ദന്മാർ, അത് ജ്യേഷ്ഠ അനുജന്മാരാണ്. വിന്ദനും അനുവിന്ദനും അവന്തിയിലെ രാജാക്കന്മാരാണ്. കൃഷ്ണനിൽ സക്താം താല്പര്യമുള്ള സ്വഭഗനിയും അവരുടെ സഹോദരിയെ സ്വയംവരത്തിൽ നിഷേധാം എതിർത്തു. അതായത് കൃഷ്ണന്റെ ഇനി 5ാമത്തെ വിവാഹമാണ് പറയുന്നത്. 4ാമത്തത് കാളിന്തിയായിരുന്നു, ഇത് 5ാമത്തത് മിത്രവിന്ദയാണ്. അതായത് കൃഷ്ണന്റെ 5ാമത്തെ വിവാഹം. അവന്തിയിലെ രാജാക്കന്മാരായ വിന്ദനും അനുവിന്ദനും ദുര്യോധനന്റെ ഇഷ്ടക്കാരായിരുന്നു. അപ്പോ ശ്രീകൃഷ്ണനെ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ച അതാണ് അവരുടെ സഹോദരി മിത്രവിന്ദ.
പക്ഷേ ഇവർക്ക് ദുര്യോധനോടാണ് ഇഷ്ടം, ദുര്യോധനന് കൊടുക്കാനാണ് ഇഷ്ടം. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? കൃഷ്ണനെ വിവാഹം ചെയ്യാൻ സമ്മതിച്ചില്ല. അവർ എതിർത്തു. നിഷേധതാം, മിത്രവിന്ദയെ വിവാഹം ചെയ്യാൻ കൃഷ്ണനെ അവർ അനുവദിച്ചില്ല. വിന്ദാനുവിന്ദാവന്ധ്യൗ ദുര്യോധന വശാനുഗൗ സ്വയംവരേ സ്വഭഗനീം കൃഷ്ണേ സക്താം നിഷേധതാം. ശ്ലോകം 31. രാജാതിദേവ്യാസ്തനയാം മിത്രവിന്ദാം പിതൃശ്വസോ പ്രസഹ്യ ഹൃതവാൻ കൃഷ്ണോ രാജൻ രാജ്ഞാം പ്രപശ്യതാം. രാജാതിദേവ്യാഹ തനയാം മിത്രവിന്ദാം പിതൃശ്വസു, അല്ലയോ രാജാവേ രാജൻ, പിതൃശ്വസു പിതാവിന്റെ സഹോദരിയായ രാജാതിദേവിയ, രാജാതിദേവിയുടെ, അതായത് വസുദേവരുടെ സഹോദരിയാണ് രാജാതിദേവി. ആ രാജാതിദേവിയുടെ തനയാം പുത്രിയായ മിത്രവിന്ദയെ പ്രപശ്യത നോക്കിക്കൊണ്ടിരിക്കുന്ന രാജ്ഞാം രാജാക്കന്മാരുടെ മുമ്പാകെ കൃഷ്ണൻ പ്രഹസ്യ ബലാത്കാരേണ ഹൃതവാൻ അപഹരിച്ചു. അപ്പൊ മിത്രവിന്ദയ്ക്ക് ഭഗവാനോടാണ് ഇഷ്ടം. അതുകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്തു? സ്വയംവര മണ്ഡപത്തിൽ രാജാക്കന്മാർ നോക്കി നിൽക്കെ രുക്മിണിയെ അപഹരിച്ചതുപോലെ മിത്രവിന്ദയെ അപഹരിച്ചുകൊണ്ടുപോയി. അപ്പോൾ അത് രാക്ഷസീയ വിവാഹമാണ്. സ്വയംവരത്തിൽ രുക്മിണിയെ അപഹരിച്ചു കൊണ്ടുപോയതുപോലെ അപഹരിച്ചു കൊണ്ടുപോയി. രാജാതിദേവ്യാസ്തനയാ മിത്രവിന്ദ പിതൃശ്വസോ പ്രസഖ്യ ഹൃതവാൻ കൃഷ്ണോ രാജൻ രാജ്ഞാം പ്രപശ്യതാം. ശ്ലോകം 32. നഗ്നജിന്നാമ കൗസല്യ ആസീത് രാജാതിധാർമ്മിക തസ്യ സത്യാഭവത് കന്യാ ദേവീം നാഗ്നജിതി നൃപാം. ഇനി 6ാമത്തെ വിവാഹമാണ്. നഗ്നജിത് നാമ കൗസല്യ ആസീത് രാജ അതിധാർമ്മിക കൗസല്യ നഗ്നജിത് നാമ, ഏറ്റവും ധർമ്മിഷ്ഠനായും കൗസല്യ എന്ന് വെച്ചാൽ അയോധ്യയുടെ അധിപനുമായിരിക്കുന്ന നഗ്നജിത് നാമ, നഗ്നജിത്ത് എന്നു പേരായ രാജാവ് ആസീത് ഉണ്ടായിരുന്നു. അയോധ്യയില് നഗ്നജിത്ത് എന്നു പേരുള്ള രാജാവ് ഉണ്ടായിരുന്നു. തസ്യ അവന് ദേവി കാന്തി അധികമുള്ളതും സത്യ എന്നു പേരുള്ളവളും നാഗ്നജീതി എന്ന് വിളിക്കുന്ന, അതായത് നഗ്നജിത്തിന്റെ പുത്രി ആയതുകൊണ്ട് നാഗ്നജീതി എന്ന് വിളിക്കുന്ന കന്യ പുത്രി നൃപ, ഹേ രാജാവേ, അഭവത്തുണ്ടായി. അപ്പോ നഗ്നജിത്ത് എന്ന അയോധ്യയിലെ രാജാവിന് സത്യ അല്ലെങ്കിൽ നാഗ്നജീതി എന്ന് പേരുള്ള ഒരു പുത്രി ജനിച്ചു. നഗ്നജിത് നാമ കൗസല്യ ആസീത് രാജാതിധാർമ്മിക തസ്യ സത്യ അഭവത് കന്യ ദേവി നാഗ്നജിതി നൃപാം. ശ്ലോകം 33. നതാം ശേഖർ നൃപാവോടും അജിത്വാ സപ്ത ഗോവൃഷാൻ തീഷ്ണശൃംഗാൻ ദുർധർഷാൻ വീരഗന്ധ സഹാൻ ഖലാൻ. താം ശേഖുഹു നൃപാവോടും അജിത്വാ സപ്ത ഗോവൃഷാൻ തീഷ്ണശൃംഗാൻ ദുർധർഷാൻ വീരഗന്ധാസഹാൻ ഖലാൻ. അപ്പോ ഈ രാജാവ് മകളെ വിവാഹം ചെയ്യുന്നതിന് ഒരു മത്സരം വെച്ചു. അപ്പൊ രാജാവിന് മതിച്ച 7 കാളകളുണ്ട്. ആരെങ്കിലും അടുത്തു ചെന്നാൽ മനുഷ്യരുടെ ഗന്ധവയ്ക്ക് സഹിക്കാൻ വയ്യ, അവരെ കുത്തിക്കൊല്ലും. അപ്പൊ തീഷ്ണമുള്ള കൊമ്പുകളുമാണ്. അപ്പൊ രാജാക്കന്മാരിൽ ആരാണോ ഈ 7 കാളകളെയും ഒന്നിച്ച് കീഴടക്കുന്നത് അവർക്ക് മാത്രമേ തന്റെ മകളെ വിവാഹം ചെയ്തു കൊടുക്കുകയുള്ളൂ എന്ന് നഗ്നജിത്ത് പ്രഖ്യാപിച്ചു. അപ്പോൾ ആർക്കും അതിന് കഴിഞ്ഞില്ല. അത് മതിച്ച കാളകളാണ്.
ആൾക്കാർ അടുത്ത് വരുമ്പോഴേ കുത്തിക്കൊല്ലാൻ പോകും. അപ്പൊ ഈ 7 കാളകളെ ആര് ഒന്നിച്ച് കീഴടക്കുവോ അവർക്ക് മാത്രമേ തന്റെ മകളെ വിവാഹം ചെയ്തു കൊടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. നതാം ശേഖർ നൃപാവോടും അജിത്വ സപ്ത ഗോവൃഷാൻ തീഷ്ണ ശൃംഗാൻ ദുധർഷാൻ വീരഗന്ധാസഹാൻ കലാൻ ദുസ്വഭാവം ഉള്ളവയും വീരഗന്ധാസഹാൻ വീരഗന്ധ അസഹാൻ വീരന്മാരുടെ ഗന്ധത്തെ സഹിക്കാത്തവൻ, വീരഗന്ധാസഹാൻ അസഹാൻ എന്നാണ് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ. വീരന്മാരുടെ ഗന്ധത്തെ സഹിക്കാത്തവൻ, അതായത് മനുഷ്യർ പറഞ്ഞാൽ അവൻ ആ മനുഷ്യരുടെ ഗന്ധം സഹിക്കൂല. അങ്ങനെയുള്ളതും ദുർധർഷാൻ വശീകരിക്കാൻ പ്രയാസമായവയും തീഷ്ണ ശൃംഗാൻ മൂർച്ചയുള്ള കൊമ്പുകളോട് കൂടിയതും ആയ സപ്ത 7 ഗോവൃഷാൻ മതിച്ച കാളകൾ. അജിത്വ ജയിക്കാതെ നൃപ രാജാക്കന്മാർ താം അവളെ ഓടും വിവാഹം ചെയ്യാനായിക്കൊണ്ട് നശേകു ശക്തരാവില്ല. അപ്പൊ അങ്ങനെ നഗ്നജിത്ത് പ്രഖ്യാപിച്ചു, ഈ 7 കാളകളെ പിടിച്ചു കെട്ടാതെ തന്റെ മകളെ വിവാഹം ചെയ്യാൻ സാധിക്കുകയില്ല. അതാണ് മത്സരം. നതാം ശേഖർ നൃപാവോടും അജിത്വ സപ്ത ഗോവൃഷാൻ തീഷ്ണശൃംഗാൻ ദുർധർഷാൻ വീരഗന്ധാസഹാൻ ഖലാൻ. ശ്ലോകം 34. താം ശുദ്ധ്വാ വൃഷജീലാഭ്യാം ഭഗവാൻ സാത്വതാംപതി ജഗാമ കൗസല്യപുരം സൈന്യേന മഹദാവൃത. താം ശുദ്ധ്വാ വൃഷജിലഭ്യാം ഭഗവാൻ സാത്വതാംപതി ഭക്തന്മാരുടെ പതിയായ പാലകനായിരിക്കുന്ന ഭഗവാൻ കൃഷ്ണൻ വൃഷജിലഭ്യാം വൃഷങ്ങളെ ജയിക്കുന്നവനാൽ ലഭിക്കപ്പെടാൻ യോഗ്യമായ വൃഷജിലഭ്യാം വൃഷങ്ങളെ കാളകളെ ജയിക്കുന്നവനാൽ ലഭിക്കപ്പെടാൻ യോഗ്യമായ, അതായത് കാളകളെ ജയിക്കുന്നവന് മാത്രമേ സത്യയെ വിവാഹം ചെയ്ത് കൊടുക്കുകയുള്ളൂ. അങ്ങനെ യോഗ്യമായ താം അവളെ സത്യയേശുത്വ കേട്ടിട്ട് മഹത വലുതായ സൈന്യത്താൽ മൃത ചുറ്റപ്പെട്ടവനായി കൗസല്യപുരം അയോധ്യ നഗരത്തെ ജഗാമ പ്രാപിച്ചു. അപ്പൊ എന്നാ ഒരു കൈ നോക്കാമെന്നും പറഞ്ഞു ഭഗവാൻ എന്ത് ചെയ്തു? ആ അയോധ്യയിലേക്ക് തിരിച്ചു. സത്യയെ വിവാഹം കഴിക്കാൻ ഈ കാളകളെ കീഴടക്കാൻ വേണ്ടി ഭഗവാൻ തിരിച്ചു. താം ശുദ്ധ്വാ വൃഷജിലഭ്യാം ഭഗവാൻ സാത്വതാംപതി ജഗാമ കൗസല്യപുരം സൈന്യേന മഹദാവൃതാം. ശ്ലോകം 35. സാ കോസലപതി പ്രീത പ്രത്യുത്ഥാനാസനാദിഭി അർഹേണാനാഭി ഗുരുണ പൂജയൻ പ്രതിനന്ദിതഃ. സഹ കോസലപതി പ്രീതഃ സഹ കോസലപതി സന്തുഷ്ടനായ ആ കോസലപതി അയോധ്യ രാജാവ്, അതായത് കൃഷ്ണന്റെ മാഹാത്മ്യം എല്ലാവർക്കും അറിയാമല്ലോ. അപ്പൊ കൃഷ്ണൻ വന്നപ്പോ സന്തോഷമായി. പ്രത്യുത്ഥാന ആസന ആദിഭി എതിരേറ്റ് ചെന്ന് സിംഹാസനാദികൾ കൊടുത്തു. ഭഗവാനെ സ്വീകരിച്ച് ആസനത്തിലൊക്കെ ഇരുത്തി ഗുരുണ മഹത്തായ അർഹേണ പൂജാദ്രവ്യം കൊണ്ട് പൂജിച്ച് പ്രതിനന്ദിക്കപ്പെട്ടവനായി ഭവിച്ചു. അപ്പൊ ഭഗവാന് ആദരവോടുകൂടി പൂജിച്ചു. ആ ഭഗവാൻ സൽക്കാരത്തെയൊക്കെ സ്വീകരിച്ച് അഭിനന്ദിച്ചു. സകോസലപതി പ്രീത പ്രത്യുത്ഥാനാസനാദിഭി അർഹണേനാഭി ഗുരുണ പൂജയൻ പ്രതിനന്ദിതഃ. ശ്ലോകം 36. വരം വിലോക്യാഭിമതം സമാഗതം നരേന്ദ്രകന്യാ ചകമേ രമാപതിം പുയാദയം മേ പതിരാശിഷോമല കരോതു സത്യ യതി മേ ധൃതോ വൃതൈഃ. വരം വിലോക്യ അഭിമതം സമാഗതം നരേന്ദ്രകന്യാ ചകമേ രമാപതി. അഭിമതം രമാപതി, സമ്മതനും രമാപതി ലക്ഷ്മീകാന്തനും സമാഗതൻ വന്നവനുമായ ആഗമനിച്ച് തന്റെ കൊട്ടാരത്തിൽ വന്നവനുമായ വരനെ വിലോക്യ കണ്ടിട്ട് നരേന്ദ്രകന്യ രാജപുത്രി ചകമേ അവള് ആഗ്രഹിച്ചു, കാമിച്ചു. അയം ഇവൻ മേ എന്റെ പതിഹി ഭർത്താവായിട്ട് ഭൂയാത് ഭവിക്കട്ടെ. അപ്പോൾ കൃഷ്ണനെ കണ്ടപ്പോൾ
കന്യകയ്ക്ക് ഇഷ്ടപ്പെട്ടു. എങ്ങനെയെങ്കിലും മത്സരത്തിൽ ജയിച്ച് എൻ്റെ ഭർത്താവായി വരട്ടെ എന്ന് പ്രാർത്ഥിച്ചു. ഹൃദയ നിയമങ്ങൾ എൻ്റെ ഹൃദയത്തിൽ ധൃതായതി ധരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അമല നിർദോഷങ്ങളായ ആശിഷ ആഗ്രഹങ്ങളെ സത്യങ്ങളായിട്ട് കരുതു ചെയ്യട്ടെ. അപ്പോൾ അവള് പറയാണ്, ഈ ഭഗവാനെ പ്രസാദിക്കാനുള്ള വ്രതാദികൾ അനുഷ്ഠിച്ച് ഹൃദയകമലത്തിൽ ഈ രൂപം ധ്യാനിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ആഗ്രഹം ഇദ്ദേഹം സഫലമാക്കി തരയണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി സത്യയിരുന്നു. വരം വിലോക്യാഭിമതം സമാഗതം നരേന്ദ്രകന്യാ ചകമേരമാപതിം പുയാദയം മേ പതിരാശിഷോമല കരോതു സത്യായതിമേ ധൃതോ ഹൃദയ. ശ്ലോകം 37. യത്പാദ പങ്കരജ ശിരസാ വിവർത്തി ശ്രീരബ്ജ അബ്ജജ സഗിരീശ സകലോകപാലൈ ലീലാതനു സ്വകൃത സേതു പരീപ്സയേശ കാലേ ദദത്സ ഭഗവാൻ മമകേന തുഷ്യേത്. യത് പാദ പങ്കജ രജഃ ശിരസാ ബിഭർത്തി ഷീഹി അബ്ജജ സഗിരിശഃ സഹലോകപാലൈഃ ലീലാതനു സ്വകൃത സേതു പരീപ്സേഷ കാലേ ദദത്സ ഭഗവാൻ മമകേന തുഷ്യേത്. ലോകപാലൈ സഹ ലോകപാലകന്മാരോടുകൂടിയും സഗിരിശ പരമശിവനോടുകൂടിയും അബ്ജജ ബ്രഹ്മാവും ശ്രീലക്ഷ്മീ ദേവിയും യത് പാദപങ്കജരജഃ ഏതൊരുവന്റെ പാദകമലധൂളിയെ ശിരസ്സുകൊണ്ട് വിഭർത്തി ധരിക്കുന്നു. അപ്പോൾ അവള് പറയാണ്, പ്രാർത്ഥിക്കുകയാണ്, യാതൊരുവന്റെ പാദകമലത്തിലെ ധൂളികൾ മഹാലക്ഷ്മിയും ബ്രഹ്മാവും ശിവനുമെല്ലാം ദിക്പാലകരും എല്ലാം ശിരസ്സുകൊണ്ട് സർവദാ ധരിക്കുന്നുവോ, സുഹൃത സേതു പരീക്ഷയാൽ തന്നാൽ കൽപ്പിക്കപ്പെട്ട മര്യാദകളെ രക്ഷിക്കാനുള്ള ആഗ്രഹത്താൽ കാലേ സമയത്തിൽ ലീലാമൂർത്തികളെ ധരിച്ചിരിക്കുന്ന, അപ്പോൾ ധർമ്മ സംസ്ഥാപനത്തിനായി മനുഷ്യ അവതാരം പൂണ്ടിരിക്കുന്ന ഈശഹ സഹ ഭഗവാൻ, ഈശ്വരനായ ആ ഭഗവാൻ മമ എന്റെ നേരെ കേന ഏതൊരു ഉപായത്താൽ തുഷ്യെ സന്തോഷിക്കും. അപ്പൊ ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടി അവതരിച്ചിരിക്കുന്ന ഈ ഭഗവാൻ എന്റെ പേരെ എങ്ങനെ സന്തോഷിക്കും? അപ്പൊ എങ്ങനെയെങ്കിലും കരുണയാൽ തന്നെ ഭഗവാൻ എന്റെ നേരെ സന്തോഷിക്കണം എന്ന് അവൾ പ്രാർത്ഥിക്കുകയാണ്. യത്പാദ പങ്കജരജ ശിരസാ ബിഭർത്തി ശ്രീരബ്ജജ സഗിരിശ സകലോകപാലൈ ലീലാതനു സുഹൃത സേതു പരീപ്സയേശ കാലേ ദദസ്സ ഭഗവാൻ മമകേന തുഷ്യേത്. ശ്ലോകം 38. അർച്ചിതം പുനരിത്യാഹ നാരായണ ജഗത്പദേ ആത്മാനന്ദേന പൂർണ്ണസ്യ കരവാണി കിം അകൽപകഃ. അർച്ചിതം പുനഃ ഇതി ആഹ നാരായണ ജഗത്പദേ ആത്മാ ആനന്ദേന പൂർണ്ണസ്യ കരവാണി കിം അകൽപക. പുനഃ പിന്നെ അർച്ചിതം പൂജിക്കപ്പെട്ട ഭഗവാനോട് നാരായണ ഹേ കാരണമൂർത്തേ ജഗൽപദേ ലോകനാഥ ആത്മാനന്ദേന ആത്മാനന്ദത്താൽ പൂർണ്ണസ്യ പൂർണ്ണനായിരിക്കുന്ന അങ്ങേക്ക് അൽപക ഏറ്റവും അല്പനായ അഹം ഞാൻ കിം കരവാണി എന്താണ് ചെയ്യേണ്ടത്? ഇത് ഇങ്ങനെ ആക. അപ്പൊ യഥാവധി ഭഗവാനെ സൽക്കരിച്ച ശേഷം രാജാവ് ഭഗവാനോട് പറയാണ്, ഏ കാരുണ്യമൂർത്തെ ലോകനാഥ പരമാനന്ദ സ്വരൂപനായ അങ്ങയ്ക്ക് ഈ നിസ്സാരനായ എന്നെ കൊണ്ട് ഒരാവശ്യവും ഉണ്ടാകുകയില്ല. എങ്കിലും എന്നെ അനുഗ്രഹിക്കാനായി എന്തെങ്കിലും എന്നോട് ആജ്ഞാപിക്കണമേ എന്ന് നഗ്നജിത്ത് ഭഗവാനോട് പറയുകയാണ്. ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ഹരി ഓം തത്സത്. ഹരി ഓം തത്സത്. ഹരി ഓം തത്സത്.